പ്രേക്ഷക പ്രിയ പരമ്പരകൾ പുതിയ സമയമാറ്റത്തോടെ ചട്ടമ്പിപ്പാറു എല്ലാ ദിവസവും രാത്രി 7 മണിക്കും കന്യാദാനം രാത്രി 7:30. നീ കിടന്നു. ഞാൻ ഇവിടെ സുന്ദരിയായിട്ട് നിന്നിട്ടും തിരിഞ്ഞു പോലും നോക്കാൻ പറ്റാത്ത അത്രയും തിരക്കോ. കൊള്ളാലോ. ഗൗതം, എന്താ? ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്ക്. പറയുന്നത് കേൾക്കാൻ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ മുല്ലപ്പൂ എന്റെ മുടിയിലൊന്ന് ചൂടി തരൂ. ഈ മുല്ലപ്പൂ ഒക്കെ നിനക്ക് തനിച്ചങ്ങോട്ട് വെച്ചാ എന്താ കുഴപ്പം? ഞാൻ തനിച്ചു വെച്ചിട്ട് ശരിയാവുന്നില്ല, അതുകൊണ്ടല്ലേ. ശരിയാക്കി വെച്ചിട്ട് ഇനിയിപ്പോ ഈ രാത്രിയിൽ എന്ത് ചെയ്യാനാ? പ്ലീസ് ഗൗതം. ആ സ്ലൈഡിങ് ഓക്കെ വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എന്റെ പുറകെ നടക്കുന്ന ആളാ, ഇന്നൊന്ന് ഗൗനിക്കുന്ന പോലുമില്ലല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഗൗതം, ഇനി നിനക്ക് എന്താ വേണ്ടത്? ഗൗതം ഗൗതം എന്ന് വിളിച്ചോണ്ട് നിൽക്കാതെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഞാൻ ഉറങ്ങുന്നില്ല. ഇന്നത്തെ ദിവസം പ്രണയം വേണ്ടാന്ന് വെക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇതെന്ത് പറ്റിയെന്ന് ഞാനൊന്ന് സംശയിച്ചു. ഇതൊക്കെ എന്റെ ഒരു തമാശയല്ലേ, അത് വേണ്ടേ? വേണം. അതെ, ഞാനൊരു സംശയം ചോദിക്കട്ടെ? എന്താ? അവിടെ ഭൂമി പൂജയ്ക്ക് CKCയുടെ ആളുകൾ വരുമെന്നും പ്രോപ്പർട്ടിയുടെ ഫേക്ക് ഡോക്യുമെന്റ്സ് വെച്ച് പ്രശ്നം ഉണ്ടാക്കുന്നും നിനക്ക് എങ്ങനെ മനസ്സിലായി? അതിന് വലിയ ബുദ്ധിയൊന്നും വേണ്ട. ബുദ്ധിയില്ലാത്തൊരു ശിവാനി ഉള്ളപ്പോ നമുക്കുള്ള ഐഡിയകൾ അവള് തന്നെ പറഞ്ഞു തരും. ശിവാനിയോ? അവൾ ഇന്നലെ രാത്രി എന്നെ വിളിച്ചൊന്ന് വിരട്ടി. ഞാൻ തിരിച്ചൊന്ന് വെല്ലുവിളിച്ചപ്പോ CKC അങ്കിളാണ് പദ്ധതി നടപ്പാക്കാൻ പോകുന്നതെന്ന് മനസ്സിലായി. അത് അവള് തന്നെ പറഞ്ഞു. എന്നിട്ട് വെറുതെ ഒന്ന് ഊഹിച്ചു നോക്കി. പുതിയ ഒരു പ്രോപ്പർട്ടിയിൽ കൺസ്ട്രക്ഷൻ നടക്കുമ്പോ അത് മുടക്കണമെങ്കിൽ ആ പ്രോപ്പർട്ടിക്ക് മേൽ അവകാശം ഉന്നയിച്ച് ആരെങ്കിലും വരുമെന്നുള്ള എന്റെ ഊഹം കൃത്യമായി. ഗൗതം ഉറങ്ങിക്കിടന്നപ്പോ രാത്രി തന്നെ ഞാൻ ഗോപാലകൃഷ്ണൻ സാറിനെ വിളിച്ചു. രാവിലെ തന്നെ അപ്ഡേറ്റ് ചെയ്ത ഡോക്യുമെന്റ്സും മറ്റ് രേഖകളും വില്ലേജ് ഓഫീസിൽ നിന്നും കളക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. സംഗതി സക്സസ്. എന്റെ ഭാര്യയുടെ ഊഹം കറക്റ്റായി. അതുകൊണ്ട് ഭൂമി പൂജ ഭംഗിയായിട്ട് കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴത്തെ എന്റെ മനസ്സ് ഗസ് ചെയ്യുന്നത് എന്റെ ഭാര്യക്ക് തെറ്റുപറ്റി. എന്നെ കുഞ്ഞു കളിപ്പിക്കല്ലേ? അതിനൊക്കെ പ്രത്യുപകാരമായിട്ട് ഇന്ന് നേരം വെളുക്കുന്നവരെ ഞാൻ അങ്ങോട്ട് എന്തോ എനിക്കൂടെ കഴിക്കെടുത്തോ. വരുന്നൂടാ, എനിക്ക് നല്ല വിശപ്പ്. നേരെ ഒരുപാടായില്ലേ, ഞാനും ഇരിക്കാം. എടാ വാ ഇരിക്കേ. അമ്മയിരുന്നോ, ഒരുമിച്ച് കഴിക്കാം. പറ്റുന്നില്ലല്ലോ, വലിച്ചിട്ടേ അത്. അല്ല, ആന്റി എന്താ കഴിക്കാതെ എഴുന്നേറ്റെ? ഇവരുടെയൊക്കെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള യോഗ്യത എനിക്കില്ലാന്ന് തോന്നി. ഇവരൊക്കെ പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ പോലും എന്നെ അകറ്റി നിർത്തുന്നത് അത്ര യോഗ്യതകൾ ഇല്ലാത്തത് കൊണ്ടാണല്ലോ. അപ്പൊ പിന്നെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും ശരിയല്ല. എന്തിനാ വസു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നേ? ആവശ്യമില്ലാത്ത കാര്യങ്ങളാണോ ഞാൻ പറഞ്ഞത്? ഏട്ടത്തിയുടെ ഉള്ളിലിരിപ്പോ അത് തന്നെയല്ലേ. എന്നെ കൂടെ കൂട്ടാൻ കൊള്ളാത്തത് കൊണ്ടാണല്ലോ ആശുപത്രിയിലേക്കെന്ന് കള്ളവും പറഞ്ഞ് രണ്ടുപേരും കൂടി ഭൂമി പൂജയ്ക്ക് പോയത്. നോക്കാൻഡി, ആരും ചെറുതായത് കൊണ്ടോ യോഗ്യത ഇല്ലാത്തത് കൊണ്ടോ ചെറുതായി കാണിക്കാനോ അല്ല ഞങ്ങൾ പോയത്. ദയവ് ഇത് ഞങ്ങൾ പോയതിനെ പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിക്കേ. വെറുതെ അതിനെ ന്യായീകരിക്കല്ലേ പ്രണവേ. നിങ്ങൾ ചെയ്തത് തെറ്റാ, തെറ്റ് തന്നെയാ. അതെ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെട്ട് നീ അഭിപ്രായം പറയണ്ട.
ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം വസുന്ധര ആന്റിക്കുണ്ട്. ഏട്ടന്റെ സ്വഭാവം ആന്റിക്ക് അറിയാലോ. വാശി കാണിച്ച് ഒരിക്കലും അനുനയിപ്പിക്കാൻ പറ്റത്തില്ല. ഏട്ടൻ എപ്പോഴെങ്കിലും മുട്ടുമടക്കിയിട്ടുണ്ടെങ്കിൽ അത് സ്നേഹത്തിന്റെ മുന്നിൽ മാത്രമാ. സ്നേഹത്തിന്റെ വില അറിയാമായിരുന്നെങ്കിൽ എന്നെ ആ ചടങ്ങിന് അവൻ ക്ഷണിക്കണമായിരുന്നല്ലോ. ശോ, എന്റെ വസു ഞങ്ങളെ ക്ഷണിച്ചത് ഗൗതമല്ല, നിധിയാ. ക്ഷണിക്കാത്ത ആ ചടങ്ങിലേക്ക് ഞാൻ കയറി ചെല്ലുമ്പോ ചേട്ടൻ എങ്ങനെ പ്രതികരിക്കും എന്നുള്ള ഭയം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ പോയത് എന്തിനാ? പതുക്കെ പതുക്കെ ആ മനസ്സിലൊരു ഇടം പിടിക്കാൻ വേണ്ടിട്ടാ. ഏട്ടനെ തിരിച്ച് ഈ വീട്ടിലോട്ട് കൊണ്ടുവരാനാ. അതെന്താ ആന്റി മനസ്സിലാക്കാത്തെ? ഞങ്ങൾ അവിടെ ചെന്നപ്പോ ഉണ്ടായത് എന്താണെന്ന് അറിയോ വസു? എന്നെ അവനൊന്നും പറഞ്ഞില്ല, പക്ഷെ ഇവനോട് കയറി ദേഷ്യപ്പെടുകയും ചെയ്തു. എന്തൊക്കെ പറഞ്ഞ ഇവൻ അവനെ ഒന്ന് അനുനയിപ്പിച്ചെന്നറിയോ? ഒറ്റയടിക്ക് ഏട്ടനെ തിരിച്ചുകൊണ്ടുവരാൻ പറ്റുമെന്ന് ആന്റിക്ക് തോന്നുന്നുണ്ടോ? അത് നടക്കത്തില്ല. ഞങ്ങള് ഇങ്ങനൊരു ശ്രമം നടത്തി നോക്കി. ഏട്ടൻ ഇവിടേക്ക് തന്നെ തിരിച്ചു വരണമെന്നാ ആന്റിയും ആഗ്രഹിക്കുന്നതെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ആ, നിനക്കെന്താ ഒന്നും പറയാനില്ലേ വസു? ഗൗതം ഇവിടെ തിരിച്ചു വരണമെന്ന് നിനക്കും ആഗ്രഹമില്ലേ? എന്റെ ഉള്ളിൽ ഇപ്പൊ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അതവനെ പഴയ ഗൗതമായിട്ട് തിരിച്ചു കിട്ടണമെന്ന് മാത്രമാ. പക്ഷേ അവനൊരു പുതിയ ബിസിനസ് തുടങ്ങിയിട്ട് അതിന്റെ ഭൂമി പൂജയ്ക്ക് എന്നെ ക്ഷണിക്കാതിരുന്നതിന്റെ ഒരു വിഷമം ഈ ജന്മം എന്നെ വിട്ട് മാറുമെന്ന് തോന്നുന്നില്ല. ഗൗതമിനെ ഇവിടെ തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങളാൽ കഴിയുന്നതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അതിന് ഞാനും കൂടെ ഉണ്ടാവും, അതുറപ്പാ. ആ, ഡാഡി നോക്കിയേ, ഈ ബാഗ് മതിയോ അതോ ഇതുപോലുള്ള ഒരെണ്ണം കൂടെ എടുക്കണോ? എനിക്കെന്തിനാ ബാഗ്? ഞാൻ നിന്നോട് ബാഗ് വേണോന്ന് പറഞ്ഞോ? ആന്റി ചോദിച്ചില്ലേലും എല്ലാം അറിഞ്ഞ് ചെയ്യണമല്ലോ. എത്രയും പെട്ടെന്ന് എടുക്കാനുള്ള സാധനങ്ങളും ഡ്രസ്സും ഒക്കെ പാക്ക് ചെയ്ത് വെച്ചാ ആ സമയത്തിറന്ന് വെപ്രാളം കാണിക്കണ്ടല്ലോ. നീ എന്താ ഉദ്ദേശിച്ചത്? എന്തായാലും ഗൗതമിന് വേണ്ടി ഈശ്വരമംഗലത്തിന്റെ വാതിലുകളെ തുറന്നിടാൻ ആന്റി തീരുമാനിച്ചു കഴിഞ്ഞു. അതിനുവേണ്ടി ഏതറ്റം വരെയും പോകാനുള്ള പെർമിഷൻ പാർവതി ആന്റിക്കും പ്രണവിനും കൊടുക്കുകയും ചെയ്തു. അപ്പൊ പിന്നെ ആന്റി ഇവിടുന്ന് പുറത്താവുന്നുള്ള കാര്യം ഉറപ്പായില്ലേ?